എല്ലാവർക്കും ക്രിസ്റ്റലിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം മാർച്ച് 25 ചേർന്ന PSC കമ്മീഷന്റെ മീറ്റിംഗ്, അതില് 61 കാറ്റഗറികളിലോട്ട് നോട്ടിഫിക്കേഷൻ ഉടനെ പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്ന ഒരു കാര്യം വന്നു. സാധാരണ രീതിയിൽ ഇങ്ങനത്തെ ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ വിത്തിൻ 1 മന്ത് അവർ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അതില് നിങ്ങൾക്ക് ജനറൽ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് അത് വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിന്റെ ഒരു സൂചന PSC ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ 25-ാം തീയതി കഴിഞ്ഞു, 4 ദിവസമായിട്ടുണ്ട് ഇന്നത്തേക്ക്. സോ വിത്തിൻ ഫ്യൂ ഡേയ്സ് ഇറ്റ് സെൽഫ്, ഏതാനും ചില ദിവസങ്ങൾ കൊണ്ട് നമുക്ക് അടുത്തൊരു നോട്ടിഫിക്കേഷൻ എക്സ്പെക്റ്റഡ് ആണ്. സോ അതാണ് നമ്മൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വെബിനാറിൽ ഇവിടെ ഒത്തുചേരാനുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ കൂടെ. We can discuss more about this HSC examination and how you have to prepare for this next 3 months. സാധാരണ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ 3 to 4 മാസം അതിനുള്ള എക്സാംസും വരാറുണ്ട്. ഓക്കെ, ഇനി എക്സാമിന്റെ ഡേറ്റ് കൃത്യമായിട്ട് PSC പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് നോക്കുകയും ചെയ്യാം. ചില സ്പെഷ്യൽ എക്സാമുകൾക്ക് നേരത്തെ ഡേറ്റ് പറയാറും ചെയ്യാറുണ്ട് PSC. അപ്പൊ നമുക്ക് HSA സോഷ്യൽ സയൻസ് എക്സാമിനേഷൻ ഏകദേശം എന്തായാലും ഒരു 3 മാസം മിനിമം നിങ്ങൾക്ക് കിട്ടും. ഈ 3 മാസത്തിൽ എങ്ങനെ നിങ്ങൾ പഠിക്കണം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സിലബസും കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. അപ്പൊ അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു ക്രിസ്റ്റൽ. മൈസെൽഫ് മുഹമ്മദ് സഫ്വാൻ എന്നാണ് എൻ്റെ പേര്. 7 വർഷമായിട്ട് ടീച്ചിങ് ഫീൽഡിലുള്ള ഒരു ഫാക്കൽറ്റിയാണ്, എസ്പെഷ്യലി ഇൻ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഫീൽഡ്. അതിൽ ഹിസ്റ്ററി ഫോർ UPSC എക്സാമിനേഷൻ, UPSC ഓപ്ഷണൽ ഫോർ മെയിൻസ് എക്സാമിനേഷൻ ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് എക്സാമിനേഷൻ ജൂണിൽ നടക്കാൻ പോകുക എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അതിൽ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകം രചിച്ചിട്ടുണ്ടായിരുന്നു 2020 KS പ്രിലിംസിന്റെ സമയത്ത്. ദെൻ കേരള PSC എക്സാംസിന്റെ ചില ഹിസ്റ്ററി പോർഷൻസ് എടുത്ത് കൊടുക്കാറുണ്ട്. ആൻഡ് ക്രിസ്റ്റൽ ഈസ് വെരി ഫേമസ് ഫോർ UGC നെറ്റ് ഹിസ്റ്ററി. ക്രിസ്റ്റലില് UGC നെറ്റ് എക്സാമിനേഷന്റെ പേപ്പർ 1ഉം അതുപോലെ സബ്ജക്റ്റുകളായിട്ട് ഹിസ്റ്ററി, കൊമേഴ്സ്, മലയാളമൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൽ ഹിസ്റ്ററിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥാപനം കൂടിയാണ്. ഓരോ പ്രാവശ്യം നമുക്ക് അത്യാവശ്യം JRFും നെറ്റും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥാപനമാണ് ക്രിസ്റ്റൽ, എസ്പെഷ്യലി ഇൻ UGC നെറ്റ് ഫീൽഡ്. ലാസ്റ്റ് HSST ഹിസ്റ്ററി എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസും അതിൽ ഏകദേശം 100ഓളം പിള്ളേരും ക്രിസ്റ്റലിൽ പഠിക്കുകയുണ്ടായി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വി ഓൾറെഡി സ്റ്റാർട്ടഡ്. കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് HSAയുടെ സോഷ്യൽ സയൻസിന്റെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഓൺ ദ വെരി നെക്സ്റ്റ് മന്ത് സെക്കൻഡ് ബാച്ചും സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 100-ലേറെ സ്റ്റുഡൻസ് നിലവിൽ ക്രിസ്റ്റലിന്റെ ആപ്ലിക്കേഷൻ വഴിയുള്ള ക്ലാസ്സുകൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു 3rd ബാച്ച് അനൗൺസ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഇന്നത്തെ വെബിനാറിലുണ്ട്. അത് നമുക്ക് വഴിയെ പറയാം. സോ ബേസിക്കലി ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എന്താണ് HSA എക്സാമിനേഷൻ ആൻഡ് ഹൗ യു ഹവ് ടു പ്രിപ്പയർ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എങ്കിലാണ് അടുത്തൊരു 3 മാസത്തേക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള രൂപം വരികയുള്ളൂ. സോ ഷാൾ വി സ്റ്റാർട്ട് അവർ ഡിസ്കഷൻ? ആർ യു റെഡി? ഓക്കെ, വോയിസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വോയിസ് കുറവുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യുവർ വോളിയം ബട്ടൺ ഈസ് ഓൺ. വോളിയം ബട്ടൺ ഹൈയിലാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ബാക്കിയുള്ളവർക്ക് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡു ലെറ്റ് മീ നോ. ഐ ചെക്ക് ഫ്രം മൈ എൻഡ് ആസ് വെൽ. ഓക്കെ, ക്ലിയർ ആണല്ലേ? താങ്ക് യു. ഫൈൻ. സോ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ എക്സാമിനേഷന്റെ പാറ്റേൺ വളരെ ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന പല സെഷൻസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. എനി ഹൗ ലെറ്റ് മീ ഹാവ് എ ബ്രീഫ് ഡിസ്കഷൻ റിഗാർഡിംഗ് വാട്ട് ഇസ് ദിസ് എക്സാമിനേഷൻ ഈസ് ഓൾ അബൌട്ട്. എന്താണ് എക്സാമിനേഷൻ എന്നുള്ളത് ആദ്യം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടക്ടഡ് ബൈ PSC ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റിക്രൂട്ട്മെന്റ് ആണ്, നല്ലൊരു കോമ്പറ്റീഷൻ കാണും. മിസ്സാക്കരുത്, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരമാണ്. ഇനി അടുത്തൊരു HSA എക്സാമിനേഷൻ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ പല ആൾക്കാരും ഉണ്ടാകില്ല എന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് ഓഫ്ലൈൻ എക്സാമിനേഷൻ ആണ്. 100 മാർക്കാണ് ഉണ്ടാവുക. 1 മണിക്കൂറും 15 മിനിറ്റും സമയം ഉണ്ടാവും. നെഗറ്റീവ് മാർക്ക് ഉണ്ട്. സോ നെഗറ്റീവ് മാർക്ക് ഉള്ള സ്ഥിതിക്ക് തന്നെ നെറ്റ് എക്സാമിനേഷൻ പോലെയല്ല. നെഗറ്റീവ് മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ യു ഹാവ് ടു സ്കോർ മാക്സിമം. യു ഹാവ് ടു സ്കോർ മാക്സിമം, നോട്ട് അറ്റംപ്റ്റ് മാക്സിമം. കൂടുതൽ അറ്റംപ്റ്റ് ചെയ്യുകയല്ല വേണ്ടത്, കൂടുതൽ സ്കോർ ചെയ്യുക വേണ്ടത്. അതായത് നെഗറ്റീവ്സ് മാക്സിമം കുറച്ചിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ആൻസറുകൾ മാത്രം കൊണ്ടുവരിക. ആൻഡ് യു ഹാവ് 2 കാറ്റഗറൈസേഷൻ ഇൻ ടു പാർട്ട് A ആൻഡ് പാർട്ട് B. പാർട്ട് A ഉണ്ട്, പാർട്ട് B ഉണ്ട്. പാർട്ട് A പറഞ്ഞാൽ ജനറൽ പേപ്പറാണ്. അതിൽ 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ സബ്ജക്റ്റ് ആണ് വരുന്നത് സോഷ്യൽ സയൻസ്, 80 മാർക്കിന് ചോദിക്കും. അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ വേണ്ടി. ഈ ഒരു പ്രൊപ്പോർഷൻ മനസ്സിലാക്കിയിട്ട് അതിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം.
B.Ed പ്ലസ് കാറ്ററ്റ്. ഇത് ബേസിക് ക്വാളിഫിക്കേഷൻസ് ആണ്. ഇതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സിലബസിലോട്ട് പോകാം. സിലബസിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്രീഫ് ഐഡിയ ആണ് നമ്മൾ സിലബസിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. യു ഹാവ് പാർട്ട് എ. പാർട്ട് എ, ആസ് ഐ സെഡ്, ദിസ് ഈസ് ജനറൽ പേപ്പർ. ജനറൽ പേപ്പർ ആണ്. ജനറൽ പേപ്പർ ആണ്. ആൻഡ് ഇറ്റ്സ് കവറിംഗ് 3 modules, 1, 2, 3. Module 1 dealing with Renaissance and freedom movement. I repeat, Renaissance and freedom movement. ഇത് സോഷ്യൽ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ബോണസ് പോയിന്റ് ആണ്. കാരണം നിങ്ങളുടെ റിനൈസ ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹിസ്റ്ററിയുടെ സോഷ്യൽ സയൻസ് സിലബസിൽ അകത്ത് കയറി വരുന്നുണ്ട്. സോ ഒരു രീതിയിൽ പഠിച്ചാൽ മതി. രണ്ടാമത്തെ ജനറൽ നോളജ് ആണ് കറണ്ട് അഫേഴ്സ്. ഇതിൽ ജനറൽ നോളജ് എന്ന് പറയുന്നതും നിങ്ങൾ പഠിക്കുന്ന പൊളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ, ഹിസ്റ്ററി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ജോഗ്രഫി ഒക്കെ അത് നിങ്ങളുടെ സിലബസിലുണ്ട്. അപ്പൊ സോഷ്യൽ സയൻസുകാരെ സംബന്ധിച്ചിടത്തോളം മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉം വളരെ അഡ്വാൻറ്റേജ് കിട്ടുന്ന ജനറൽ പേപ്പറാണ്. എന്നാൽ മൊഡ്യൂൾ 3 സംതിങ് യു ഹാവ് ടു ലേൺ വെരി സ്പെസിഫിക്കലി. ഒരു പക്ഷെ നിങ്ങൾ B.Edന് പഠിച്ചേക്കാം, സെറ്റ് എക്സാമിനേഷൻ പ്രിപ്പറേഷൻ നടത്തിയപ്പോൾ പഠിച്ചേക്കാം, നെറ്റ് എക്സാമിനേഷന്റെ പ്രിപ്പറേഷനിൽ പഠിച്ചേക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, യു ഹാവ് മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട് ഇൻ ഡീറ്റെയിൽഡ് ഫോർമാറ്റ്. ദിസ് ഈസ് സംതിങ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സാധാരണ രീതിയിലുള്ള പഠിത്തം പോരാ. യു ഹാവ് ടു ഗോ സംതിങ് വെരി ഇൻ ഡെപ്ത് ലേണിംഗ്. കുറച്ചുകൂടെ ഇൻ ഡെപ്തിൽ പഠിക്കേണ്ട ടോപ്പിക് ആണ് എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. ഞാനിവിടെ സിലബസ് ഡിസ്കഷൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അത് നമ്മുടെ യൂട്യൂബിലും മറ്റൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. അത് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. ഓക്കെ, സോ ദീസ് ആർ ബേസിക്കലി അബൌട്ട് ദ ജനറൽ പേപ്പർ ഫ്രം പാർട്ട് എ ഓഫ് സോഷ്യൽ സയൻസ് സിലബസ്. സോഷ്യൽ സയൻസിന്റെ സിലബസിൽ പാർട്ട് എയിൽ വരുന്ന 3 മൊഡ്യൂളാണുള്ളത്. 1, 2 സോഷ്യൽ സയൻസുകാർ അത്ര വറീഡ് ആകേണ്ടതല്ല, കാരണം നിങ്ങൾക്ക് ഓൾറെഡി അത് കിട്ടും. ദെൻ തേർഡ് വൺ, മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട്. ഇതിൽ കുറച്ചുകൂടെ ഫോക്കസ് നൽകണം എന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് ഐ എം പ്രൊസീഡിങ് ഫർദർ. അതിന്റെ ഭാഗമായിട്ട് യു ഹാവ് പാർട്ട് 2. പാർട്ട് ബി എന്ന് പറയുന്ന ഈ പാർട്ട് ബിയിൽ നിങ്ങൾക്ക് വരുന്ന സോഷ്യൽ സയൻസിൽ വരുന്ന പ്രധാനപ്പെട്ട പോർഷൻസ്. ഒന്ന്, നിങ്ങൾക്ക് വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. ദിസ് ഈസ് സംതിങ് വെരി കോംപ്രഹെൻസീവ്. അത്യാവശ്യം വളരെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് വേൾഡ് ഹിസ്റ്ററി ഫ്രം ദ ആൻഷ്യന്റ് പീരീഡ് ഇറ്റ് സെൽഫ്. ആൻഷ്യന്റ് കാലഘട്ടം മുതൽക്കുള്ള ഒരു വേൾഡ് ഹിസ്റ്ററി നിങ്ങൾക്കുണ്ട്. സിമിലർലി ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, കേരള ഹിസ്റ്ററി ഉണ്ട്. സോ സംതിങ് വെരി ഇൻ ഡെപ്ത്. ഒരു പക്ഷെ നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് ആയിരിക്കാം. ഗൈസ് പ്ലീസ് കമന്റ് യുവർ മെയിൻ സബ്ജക്ട് ദാറ്റ് യു ഹാവ് ലേൺഡ് സോ ഫാർ. ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടുള്ള നിങ്ങളുടെ ഗ്രാജുവേഷന്റെയും അതുപോലെ നിങ്ങൾ ബാക്കിയുള്ള സമയത്ത് പഠിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ സബ്ജക്ട് ഏതാണ്? ഒന്ന് കമന്റ് ചെയ്തേ, എന്നാൽ അതിനനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം. Yeah, very good. There are different people, right? Okay, yeah, I'm getting more comments. Thank you. Economics, history, political science, geography, economics, history, economics, political science. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, പല കാറ്റഗറിയിലുള്ള ആൾക്കാർ. ദ പോയിന്റ് ഇസ് ദാറ്റ് ഹിസ്റ്ററിക്കാർക്ക് ഒരു പക്ഷേ വേൾഡ് ഹിസ്റ്ററിയോ ഇന്ത്യൻ ഹിസ്റ്ററിയോ കുറച്ചൊക്കെ അറിയുന്നുണ്ടാകും. ഞാനത് പറയാൻ കാരണം നിങ്ങൾക്ക് കുറെ അറിയില്ല എന്നുള്ളത് കൊണ്ടല്ല, അല്ലെങ്കിൽ കുറെ അറിയാമെന്നുള്ള ഓവർ കോൺഫിഡൻസും തരാൻ വേണ്ടിയല്ല. മറിച്ച് കോമ്പറ്റീവ് എക്സാംസിന് പ്രിപ്പറേഷൻ നടത്തുമ്പോൾ ലേണിംഗ് പ്രോസസ് സംതിങ് ഡിഫറെന്റ് ആണ്. നമ്മൾ വിചാരിച്ച പോലെ സിംപ്ലി വായിച്ച് മനസ്സിലാക്കിയിട്ട് അങ്ങ് പോയാൽ പോരാ. വി ഹാവ് ടു ഹാവ് സം കൈൻഡ് ഓഫ് കീൻ ഒബ്സർവേഷൻ. ഹൗ ദ അക്യുറസി ബേസ്ഡ് ഫാക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതേ സമയത്ത് ഹിസ്റ്ററി അറിയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ അത് ഓക്കെ ആയിരിക്കും. ബട്ട് വാട്ട്സ് ദെയർ കണ്ടീഷൻ റിഗാർഡിംഗ് ദിസ് 5th and 6th യൂണിറ്റ്, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ. ഇത് രണ്ടും പൊളിറ്റിയാണ്, ഇത് രണ്ടും ഇക്കണോമിയാണ്, എക്കണോമിക്സ് ആൻഡ് ഇന്ത്യൻ എക്കണോമി. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എത്രമാത്രം ഗ്രാഹ്യമുണ്ട് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവിടെ ഉണ്ട് 8 യൂണിറ്റ്. ഈ 8 യൂണിറ്റ് നിങ്ങൾക്ക് 10 ചോദ്യം ചോദിക്കുകയാണെങ്കിൽ 80 ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ ഹിസ്റ്ററിയിൽ നല്ല പുലിയാണെന്ന് വിചാരിക്കും, നിങ്ങൾക്ക് ഇവിടെ 20 കിട്ടും. ബാക്കി 60 ആര് തരും? ഇത് തന്നെയാണ് പൊളിറ്റിക്കാരോടും ജോഗ്രഫിക്കാരോടും എക്കണോമിക്കാരോടും എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ സബ്ജക്റ്റിൽ നിങ്ങൾ സ്ട്രോങ് ആണെന്നുള്ള ഒരു കോൺഫിഡൻസ്, ദാറ്റ് ഈസ് ഗുഡ് ആൻഡ് ഗ്രേറ്റ്. ബട്ട് അറ്റ് ദി സെയിം ടൈം ബാക്കിയുള്ള 60 മാർക്ക് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടും? പ്ലസ് 20 മാർക്ക് ജനറൽ പേപ്പർ എവിടുന്ന് കിട്ടും? അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രമാത്രം ആയിട്ടുണ്ട്? യു ഹാവ് ടു ആസ്ക് ദിസ് സീരിയസ് ക്വസ്റ്റ്യൻ ടുവാർഡ്സ് യു. നിങ്ങളത് വളരെ കൃത്യമായിട്ട് ചോദിക്കണം നിങ്ങളോട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടി കൂടിയാണ് ഞാൻ സിലബസ് പറയുന്നത്. സിലബസിൽ 2 പാർട്ട് ഹിസ്റ്ററി ആണെങ്കിൽ, 2 പാർട്ട് എക്കണോമിക്സ് ആണെങ്കിൽ, 2 പാർട്ട് പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിൽ, 2 പാർട്ട് ജോഗ്രഫി ആണ്. ഇത് 4ഉമാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായോ? യു ആർ ഗെറ്റിംഗ് വൺ പെർട്ടിക്കുലർ ഐഡിയ വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്, റൈറ്റ്? യെസ്, ഫൈൻ. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഈ കോമ്പറ്റീവ് എക്സാംസ് ക്ലിയർ ചെയ്യുള്ളൂ. കാരണം ഇത് നിങ്ങൾ നെറ്റ് പോലെ സെറ്റ് പോലെ ക്വാളിഫിക്കേഷൻ എക്സാം അല്ല, ജസ്റ്റ് പാസ്സായാൽ പോരാ.
യു ഹാവ് ടു റീച്ച് ഇൻ ദ ടോപ്പ് റാങ്ക് ഇൻ ടു ഗെറ്റ് ഇൻ ടു ദ സർവീസ്. നമുക്ക് സർവീസ് ലെറ്റർ കിട്ടണ്ടേ? അതിന് നല്ല എഫേർട്ട് ഉണ്ട്. ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. ഒരു പക്ഷെ നിങ്ങൾ പല PSC എക്സാംസ് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2025 സെറ്റ് ക്വാളിഫൈഡ് ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഫൈൻ. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ ചെയ്യാം ഇൻ ബിറ്റ്വീൻ. ഓക്കെ, ഞാൻ ആൻസർ ചെയ്യാം. എത്ര മാസം കിട്ടും പഠിക്കാൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഐ വിൽ ബി ഡിസ്കസിങ് അറ്റ് ദി എൻഡ് ആസ് വെൽ. ഫൈൻ. നിങ്ങൾ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന വന്നിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ. എന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. വിൽ ബി ഡിസ്കസിങ് യുവർ ക്വറീസ്. നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി ഞാൻ അവസാനം കുറച്ച് സമയം മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ്, നിങ്ങൾ എഴുതുന്നത് PSCയുടെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് ഒരു 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കിട്ടി 1.25 മണിക്കൂർ. നിങ്ങൾ എഴുതിയത് ഒരു 70 to 80 ക്വസ്റ്റ്യൻസ് ആണ്. ഈ 70 to 80 നിങ്ങൾക്ക് ശരിയാകാൻ ചാൻസ് ഉള്ളത് 60 ആണെങ്കിൽ 10 എണ്ണോ അല്ലെങ്കിൽ 20 എണ്ണോ നിങ്ങളുടെ തെറ്റിപ്പോകും. അപ്പൊ 10 എണ്ണോ 20 എണ്ണോ തെറ്റിപ്പോണ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, യു ആർ ലോസിങ് അറൌണ്ട് 6 മാർക്സ്. നിങ്ങൾക്ക് നെഗറ്റീവ് അടിക്കും, നെഗറ്റീവ്സ് വരും അല്ലേ? അപ്പൊ ആ രീതിയിൽ 6-7 മാർക്ക് നെഗറ്റീവ് നിങ്ങൾക്ക് വരും. 60 എണ്ണം നിങ്ങൾക്ക് ശരിയാകും. അപ്പോഴും നിങ്ങൾക്ക് 53 മാർക്കേ കിട്ടുള്ളൂ. പക്ഷെ നിങ്ങളെക്കാൾ കുറച്ചുകൂടെ പെർഫോമൻസ് വായിച്ച ഒരാൾക്ക് ഒരു 60 ഉണ്ടെന്നുണ്ടെങ്കിൽ, സോ ദാറ്റ് എ കോമ്പറ്റീഷൻ ലെവൽ. സോ ഞാൻ പറയുന്നത് ഇത് ജസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സാം അല്ല. സെറ്റ് പാസ്സായവര്, നെറ്റ് പാസ്സായവര്, ഡിയർ സ്റ്റുഡൻസ്, പ്ലീസ് ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഈസ് നോട്ട് എ ക്വാളിഫിക്കേഷൻ എക്സാമിനേഷൻ, ദിസ് ഈസ് എ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഇൻ വിച്ച് യു ഹാവ് ടു റീച്ച് ഇൻ ദ ടോപ്പ് ഇൻ ഓർഡർ ടു ഗെറ്റ് ഇൻ ടു സർവീസ്. റാങ്ക് കിട്ടാൻ വേണ്ടി അത് വേണം. അപ്പൊ അതിന് വളരെ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങളുടെ അപ്രോച്ചും പ്രിപ്പറേഷനും പോകേണ്ടിയിരിക്കുന്നു. അതിൽ നിങ്ങൾക്ക് ഹിസ്റ്ററി 2 പാർട്ട്, ഇക്കണോമിക്സ് 2 പാർട്ട്, പൊളിറ്റിക്കൽ സയൻസ് 2 പാർട്ട്, ജോഗ്രഫി 2 പാർട്ട്, ഇങ്ങനെ ഇത്രയും പാർട്ടുകൾ വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള പോയിന്റ്. നൗ ലെറ്റ് മീ ഡിസ്കസ് എങ്ങനെയാണ് നിങ്ങൾ നോട്ട് ചെയ്യണം. എക്സാമിനേഷൻ നേച്ചർ, ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് മലയാളത്തിലായിരിക്കും വരുന്നത്. ജനറൽ പേപ്പർ ഇംഗ്ലീഷിലായിരിക്കും, ബാക്കിയുള്ളത് മലയാളത്തിലായിരിക്കും. ഓക്കെ ഫൈൻ. ജനറൽ പേപ്പർ ഇംഗ്ലീഷിലായിരിക്കും, ബാക്കിയുള്ളത് മലയാളത്തിലായിരിക്കും. അപ്പൊ ആ രീതിയിൽ വരുന്ന സമയത്ത് നിങ്ങൾ മലയാളത്തിൽ തന്നെ കുറെ കാര്യങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, സർ ഐ എം മോർ കംഫർട്ട് വിത്ത് ഇംഗ്ലീഷ് റീഡിങ് എന്നുള്ള ലെവലിലോട്ട് ചിലപ്പോൾ നിങ്ങൾ എത്തിയിട്ടുണ്ടാകും ബിക്കോസ് ഓഫ് ദിസ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്. ഒരു സംസ്ഥാനത്തിന് സാർവഭൗമത്വം എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കി. അതിന് സാർവഭൗമത്വം എന്ന് പറയുന്നതിന്റെ ഇംഗ്ലീഷ് വാക്ക് എന്താണെന്ന് പിടുത്തം കിട്ടണം. ഒരു സംസ്ഥാനത്തിന് സാർവഭൗമത്വം എന്ന് പറയുമ്പോൾ എന്താണ്? അല്ലെങ്കിൽ ഒരു സംസ്ഥാനം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഒരു സംസ്ഥാനമാകാം, അല്ലെങ്കിൽ രാജ്യമാകാം. വാട്ട് എവർ ഇറ്റ് ഈസ്, പൊളിറ്റിക്കലി അങ്ങനെ കുറച്ച് കോൺസെപ്റ്റുകളുണ്ട്. ട്രൈ ടു കമന്റ് യുവർ ആൻസർ ഗൈസ്. ഒരൊറ്റ ക്വസ്റ്റ്യനെ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. ബാക്കി നിങ്ങൾക്ക് മോഡൽസ് കാണിച്ചു തരാം നിങ്ങൾ എങ്ങനെ പ്രിപ്പറേഷൻ കൊണ്ടുപോകണം എന്നുള്ളത്. ശ്രുതി commented option A, Jasila option B, Aryamol option B, 1 number option A, Minni option B, Bashira A, Malavika A. There are many students with both options, right? ഈ സോവറിനിറ്റി എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പരമാധികാരം എന്ന് പറയുന്നത്, സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഫുൾ പവറിനെ വിളിക്കുന്ന പേരാണ് പരമാധികാരം എന്നുള്ളത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, നോട്ട് എ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് പ്രാക്ടീസ് എങ്കിലും വളരെ നന്നായിട്ട് നടത്തണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്നും ഇത് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. പൗരസമൂഹത്തിൽ അഡ്വക്കസി എന്നത് എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? എന്താണ് അഡ്വക്കസി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അനദർ ക്വസ്റ്റ്യൻ, ഇത് പ്രിലിംസ് PYQ ക്വസ്റ്റ്യൻ ആണ്. സന്തോഷവുമായി ബന്ധപ്പെട്ട വകുപ്പ്, ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെന്റ് ആദ്യമായി തുടങ്ങിയ ഇന്ത്യൻ സംസ്ഥാനം ഏത്? കറണ്ട് അഫയേഴ്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ തത്വജ്ഞാനിയായ രാജാവ് എന്ന ആശയം അവതരിപ്പിച്ചതാര്? ഐഡിയൽ കിങ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു മോഡൽ ഇവിടെ കാണിച്ചു തരികയും ചെയ്യാം, ഒരു നോട്ടിന്റെ. ഹോപ്പ് യു ഗൈസ് ക്യാൻ സീ ദിസ് വൺ. ഇത് നമ്മുടെ ക്ലാസ് റൂമിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്ന നോട്ടാ ഫ്രം ഹിസ്റ്ററി. യു ഹാവ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നിങ്ങളുടെ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്, വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട്. അതിൽ കണ്ടോ, നിങ്ങൾക്ക് നമ്മൾ ലഭ്യമാക്കാൻ പോകുന്ന നോട്ടുകളുടെ പ്രത്യേകത, ദർ വിൽ ബി ഇംഗ്ലീഷ് അലോങ് വിത്ത് മലയാളം. കാരണം നമ്മൾ ഇംഗ്ലീഷുമായിട്ടായിരിക്കും കുറച്ചുകൂടി ബന്ധപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഒരു മലയാളത്തിന്റെ അർത്ഥം കാര്യങ്ങളും വെച്ചിട്ടുള്ള നോട്ടുകളാണ് നമുക്ക് നൽകാൻ വേണ്ടി പോകുന്നത്. അതിന്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്.
ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നോട്ടും കാര്യങ്ങളൊക്കെ ലഭ്യമാകുന്ന ഒരു രീതിയാണത്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് നോട്ടും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം ഇത് പഠിക്കാൻ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും അറിയോ? നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു പോകും, മലയാളത്തിൽ ക്വസ്റ്റ്യൻ വരും. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആൻസർ ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ ഓരോന്നിന്റെയും ഇംഗ്ലീഷും മലയാളം കൊടുത്തിട്ടുണ്ട് ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ ആ രീതിയിൽ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ സ്ഥലങ്ങളുടെ പേര് ഇപ്പൊ ഇംഗ്ലീഷിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ബട്ട് അറ്റ് ദി സെയിം ടൈം കോൺസെപ്റ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായിട്ട് മലയാളത്തിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. നോട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോ? സം പീപ്പിൾ ആർ സേയിങ് ദാറ്റ് നോട്ട് ഈസ് നോട്ട് വിസിബിൾ. കാണാൻ പറ്റുന്നുണ്ടോ? കാണാത്തവർക്ക് വേണ്ടി ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ കൃത്യമായിട്ട് നോട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, we should be able to learn and understand what is the English terminology and Malayalam concept. ഇല്ലെങ്കിൽ നമ്മൾ പരീക്ഷാ ഹാളിൽ കൺഫ്യൂസ്ഡ് ആകും എന്നുള്ള ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടിയാണ് ഈ മോഡൽ നോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് ക്രിസ്റ്റല് ഹിസ്റ്ററിയുടെ ക്ലാസിന്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള നോട്ടാണ്. ഓക്കെ, അപ്പൊ അതിലിങ്ങനെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ചെമ്പ് പറഞ്ഞ കോപ്പർ ആണ്. അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഒരു പക്ഷെ നമുക്ക് ആവശ്യം വരുന്നത്. നമുക്ക് ടിന്നിന്റെ മലയാളമാണ് വെളുത്തീയം എന്ന് പറയുന്നത്. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, എന്ത് കൂടി ചേർന്നിട്ടാണ് ബ്രോൺസ് ഉണ്ടാകുന്നത് എന്നുള്ളത്. വളരെ ബേസിക് ക്വസ്റ്റ്യനാ, പക്ഷെ മലയാളത്തിലാണ് എന്നുള്ളൂ. കാരണം എക്സാമിനേഷനും സ്കൂളും ഫോക്കസ് ചെയ്യുന്ന മലയാളം ആയതുകൊണ്ട് അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ ഒരേ സമയത്ത് ഇംഗ്ലീഷും ഒരേ സമയത്ത് മലയാളവും. ദാറ്റ്സ് അപ്രോച്ച്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ വേണം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ എന്നുള്ള ഒരു പോയിന്റ് പറയാൻ വേണ്ടിയാണ് ഞാൻ കാണിച്ചത്. ബാക്ക് ടു ഡിസ്കഷൻ. ഇവിടെ കണ്ടോ, മറ്റൊരു നോട്ടിന്റെ മോഡലാണ് ക്ലാസ്സിൽ കൊടുക്കുന്ന പൊളിറ്റിക്കൽ സയൻസിന്റെ കോൺസെപ്റ്റ്. നിങ്ങളുടെ സിലബസിലുള്ള ടെർമിനോളജി അവിടെ കൊടുത്തിരിക്കുന്നത്. മേജർ കോൺസെപ്റ്റ്സ് ഇൻ പൊളിറ്റിക്കൽ സയൻസ്, വാട്ട് ഈസ് സ്റ്റേറ്റ്, സിവിൽ സൊസൈറ്റി, സോവറിനിറ്റി. കണ്ടോ, പരമാധികാരം എന്ന് പറയുന്നത് ഇതിൽ നിന്നുള്ള തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കണ്ടോ, സാർവഭൗമത്വം എന്ന് പറയുന്ന ടേം കണ്ടോ ഇവിടെ? സാർവഭൗമത്വം പറഞ്ഞ സോവറിനിറ്റി ആണ്. അപ്പൊ ഇംഗ്ലീഷും മലയാളം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഒരു രാഷ്ട്രീയ ശാസ്ത്രത്തിന്റെ ഒരു പ്രാഥമിക തത്വമാണ് ഇതൊരു സംസ്ഥാനത്തിന് സ്വയം ഭരിക്കാനുള്ള അവകാശം. കണ്ടോ, അപ്പൊ ആ രീതിയിലാണ് വരുന്നത്. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കിക്കുക, സാർവഭൗമത്വം, പരമാധികാരം എന്നുള്ള മലയാളത്തിലെ എക്സ്പ്ലനേഷൻ. പുറത്തു നിന്നുള്ള നിയന്ത്രണങ്ങളില്ലാതെ സ്വന്തമായിട്ട് ഭരിക്കാനുള്ള അവകാശത്തെയാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഇംഗ്ലീഷും ഇവിടെ കൊടുത്തിട്ടുണ്ട്, മലയാളം കൊടുത്തിട്ടുണ്ട്. വൈ ഇംഗ്ലീഷ് ആൻഡ് മലയാളം? ജസ്റ്റ് ടു ഗിവ് മച്ച് മോർ ക്ലാരിറ്റി. നമ്മൾ പഠിക്കുന്ന സമയത്ത് രണ്ടും കൂടി മിക്സ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ലേണിംഗ് പ്രോസസ്സ് കുറച്ചുകൂടെ കൃത്യമായിരിക്കും, വൃത്തിക്കായിരിക്കും. ആ രീതിയിലുള്ള നോട്ട്സ് ആണ് ക്രിസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു, രണ്ട് ബാച്ചസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞിട്ടല്ല, ഓൺഗോയിങ് പ്രോസസ്സിലാണ് ഉള്ളത്. അത് ഏകദേശം ഒരു 4-5 മാസമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഓൾറെഡി അങ്ങനത്തെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ ദീസ് ആർ സം ഓഫ് ദ തിങ് ദാറ്റ് യു ഹാവ് ടു റിമെമ്പർ വൈൽ യു ആർ പ്രിപ്പയറിംഗ് ഫോർ ദിസ് എക്സാമിനേഷൻ. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനത്തെ ഒരു നോട്ട് വെച്ച് പഠിക്കുക എന്നുള്ളത്. അല്ലാതെ നമ്മൾ വെറും NCERT ബുക്കുകൾ മാത്രം എടുത്ത് പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. കാരണം സിലബസ് പറഞ്ഞാൽ വളരെ വിശാലമായിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി കുറച്ച് ആൾക്കാർ ഇപ്പൊ തന്നെ ചോദിച്ചിട്ടുണ്ട്, സാർ ക്ലാസ്സസ് ഫ്രീ ആണെന്നുള്ളത്. നമ്മൾ ഇങ്ങനത്തെ ഒരു ഫീൽഡിലോട്ട് വരുന്ന സമയത്ത് ക്ലാസ്സസ് ഫ്രീ കൊടുക്കാൻ നമ്മളുടെ കയ്യിൽ അത്ര വലിയ സ്വത്തിന്റെ ഒരു കൂമ്പാരമൊന്നും കിടപ്പില്ല. വി ആർ ഹാവിംഗ് എ കോച്ചിങ് ഇൻഡസ്ട്രി അല്ലെ? അപ്പൊ ആ കോച്ചിങ്ങിന്റെ ഭാഗമായിട്ടാണ് കൊടുക്കുന്നത്. അറ്റ് ദി സെയിം ടൈം വി ആർ പ്രൊവൈഡിംഗ് സർട്ടൻ വെരി ഇമ്പോർട്ടന്റ് ക്ലാസ്സസ് ആസ് ഫ്രീ. അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി വി ആർ ഹാവിംഗ് ക്രിസ്റ്റലിന്റെ യൂട്യൂബ് ചാനൽ ഉണ്ട്. നിങ്ങൾ ഇത് കാണാത്തൊരു കൃത്യമായിട്ട് റെഫർ ചെയ്യുക. ക്രിസ്റ്റൽ എജുഹബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ അതിൽ നോക്കിക്കേ, SCRT ബേസ് ചെയ്തിരിക്കുന്ന ഒരു ക്ലാസിന്റെ വീഡിയോ കിടപ്പുണ്ടാവും. യു കൻ റെഫർ ഇറ്റ്. കൂടുതൽ കാര്യങ്ങൾ ക്ലാസ് റൂമിന്റെ ഭാഗമായിട്ട് കൊടുക്കുക. ഇതൊക്കെ ഓപ്പൺ റിസോഴ്സുകളാണ്. ദെൻ സോഷ്യൽ സയൻസ് ഏതൊക്കെ വിഷയങ്ങൾ ആർക്കെല്ലാം എഴുതാം, ഇത് എക്സാമിനേഷന്റെ പാറ്റേണിന്റെ ഒരു ബ്രീഫ് ഐഡിയ ആണ്. ദെൻ PYQ ഡിസ്കഷൻ വേൾഡ് ഹിസ്റ്ററി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ സിലബസ് എക്സാം അണ്ടർസ്റ്റാൻഡിങ് ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഓൾറെഡി ഇപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ട് ഇത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ദെൻ PYQ ഡിസ്കഷൻ ഇന്ത്യൻ ഹിസ്റ്ററി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നും കാര്യങ്ങളും എക്സാമിന്റെ സിലബസും വളരെ ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലാതായിട്ട് നമ്മുടെ ഈ ചാനലിൽ വരുന്നുണ്ട്. അപ്പോ ഇഫ് യു ആർ ഹാവിങ് എ സിമ്പിൾ ഐഡിയ എന്നിട്ട് നിങ്ങൾ സെൽഫ് കോച്ചിങ് ആണ് പ്രിപ്പറേഷൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ യു ക്യാൻ ഡിപ്പെൻഡ് ദീസ് കൈൻഡ് ഓഫ് വീഡിയോസ്. അതേ സമയത്ത് നിങ്ങൾക്ക് ഇത് റിസൾട്ട് കിട്ടണം, ക്വാളിഫൈ ചെയ്യണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഡെഡിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഗൈസ് ഹാവ് ടു ഗോ ഫോർ എ വൺ കോച്ചിങ്. നിങ്ങൾ നല്ലൊരു കോച്ചിങ് എടുത്തേ പറ്റൂ. അതും ഇതിന് ഡെഡിക്കേറ്റ് ചെയ്ത് കോച്ചിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് ഏറ്റവും നല്ലത്. ഓക്കെ, യു ക്യാൻ റെഫർ ദീസ് വീഡിയോസ് ഫോർ റെഫറൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഞാൻ സ്റ്റഡി പ്ലാനും അപ്രോച്ചും പറയാം. അതിന് മുന്നേ 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചാൽ അഡ്രസ് ചെയ്യാം. എക്സാം ഏത് മന്ത് ആയിരിക്കും? ഒന്ന്, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഞാൻ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു. കാരണം മാർച്ച് 25-ന് കൂടിയിട്ടുണ്ടായിരുന്ന PSCയുടെ മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ 1 മന്ത് അവർ റിലീസ് ചെയ്യും. അതാണ് ഒന്നാമത്തെ പോയിന്റ്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 to 4 മാസമാണ് സമയം ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഏപ്രിൽ,
മെയ്, ജൂൺ. നിങ്ങൾക്ക് ജൂലൈയിലോ ഓഗസ്റ്റിലോ ഒക്കെ ആയിട്ട് എക്സാം ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് ശേഷമേ ഉണ്ടാവുള്ളൂ. എന്തായാലും ജൂണിന് മുന്നേ വരത്തില്ല. അപ്പൊ ആ രീതിയിലൊന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു 3 മാസം സമയം കിട്ടാനുള്ള ചാൻസ് നല്ലതുപോലെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു 3 മാസത്തെ സമയം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത്. ഡോണ്ട് മിസ് ഔട്ട് ദീസ് പോയിന്റ്സ്. എങ്ങനെ നിങ്ങൾ പഠിക്കണം, അപ്രോച്ചസ് എന്തായിരിക്കണം, ഇതുവരെ നിങ്ങൾക്ക് ഓക്കെ ആണോ? എനി അതർ ഡൗട്ട്? ഓക്കെ, ഫൈൻ ഫൈൻ. നൗ നമുക്ക് എങ്ങനെയായിരിക്കണം നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ? ഒരു 3 മാസം നിങ്ങൾ ടാർഗറ്റ് ചെയ്യുക. അതിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇനി പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതിൽ വെച്ച് അക്കോർഡിംഗ് ടു PSC കലണ്ടർ സെപ്റ്റംബർ ഒക്ടോബർ അല്ലെ ചാൻസ് ഉണ്ട് ശ്രുതി, ആ ഒരു ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ഏറ്റവും മിനിമം കണ്ടീഷൻ മാത്രമാണ് പറഞ്ഞത് കേട്ടോ. ബാക്കിയുള്ളത് ബാക്കിയുള്ള HS കാര്യങ്ങളൊക്കെ വരുന്നത് സെപ്റ്റംബർ മാസം മുതൽക്ക് വരുന്നത്. അപ്പോൾ അതിന് ശേഷം ആകാനാണ് നല്ലൊരു ടെൻഡൻസി ഉള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞത് ഏറ്റവും മിനിമം എന്ന് പറയുന്ന 3 മാസം ഒരു കേസാണ് കേട്ടോ. SCRT NCRT എന്നുള്ളതിനേക്കാൾ അപ്പുറത്തോട്ട് നിങ്ങൾ ആ സിലബസ് ഒന്ന് എടുത്ത് നോക്കുക, ഡീറ്റെയിൽഡ് സിലബസ് എടുത്ത് നോക്കുക. അപ്പൊ അതിൽ NCRT കവറപ്പ് ചെയ്യപ്പെടുന്ന ഭാഗങ്ങളോ SCRT കവറപ്പ് ചെയ്യുന്ന ഭാഗങ്ങളോ അതല്ലാത്ത ഭാഗങ്ങളും ഉണ്ട്. കോമ്പറ്റീവ് എക്സാം ആണ്. കോമ്പറ്റീവ് എക്സാംസിന്റെ ബേസിക് റെഫറൻസ് ആണ് SCRT NCRT എന്ന് പറയുന്നത്. അത് മാത്രം ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും കാര്യമില്ല. വി ഹാവ് ടു ഗോ ബിയോണ്ട് ദാറ്റ് വൺ. ഓക്കെ, ആ കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഫൈൻ. നൗ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില അപ്രോച്ചും കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ജസ്റ്റ് ലിസൺ വെരി കെയർഫുള്ളി. ഒന്ന്, നിങ്ങൾ ഇതാണ് ഞാൻ പറഞ്ഞത്, അണ്ടർസ്റ്റാൻഡ് ദ സിലബസ്. ദിസ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടന്റ്. ഈ സിലബസ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ NCRT ആണോ SCRT ആണോ നോക്കേണ്ടതെന്നുള്ള ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, ഇവിടെ കണ്ടോ, ഞാനിവിടെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, 4-ാമത്തെ കേരള HSA സോഷ്യൽ സയൻസ് സിലബസ് ആൻഡ് എക്സാം അണ്ടർസ്റ്റാൻഡിങ് ഫുൾ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക യൂട്യൂബ് ചാനലിൽ. ഇതിൽ ഡീറ്റെയിൽഡ് സിലബസ് ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ ഓരോ സിലബസും ഡിമാൻഡ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് മിക്കവാറും ഒരു മെസ്സേജ് വന്നപ്പോൾ ക്രിസ്റ്റലിന്റെ HSAയുടെ ഫ്രീ വെബിനാർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ലിങ്ക് കൂടെ വന്നിട്ടുണ്ടാവും. നിങ്ങൾ എത്ര പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ? ജസ്റ്റ് ടെൽ മീ. എത്ര പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്, എത്ര പേര് ജോയിൻ ചെയ്തിട്ടില്ല? ജസ്റ്റ് ടെൽ മീ. പറഞ്ഞാലല്ലേ നമ്മൾ അറിയുള്ളൂ. യെസ്, ഞാൻ ചെയ്തു, ഞാൻ ജോയിൻ ചെയ്തില്ല, ചെയ്തു, നോട്ട് യെറ്റ് ജോയിൻ ചെയ്തില്ല. ചെയ്തവർക്ക് ഇപ്പൊ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾ അവസരം കിട്ടിയിട്ട് ചെയ്യാതിരിക്കുന്നത് എന്റെ പ്രശ്നമല്ല, നിങ്ങളുടെ പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ ജോയിൻ ചെയ്തവർക്ക് ഇപ്പോൾ ഗ്രൂപ്പിൽ ആ വീഡിയോ ലിങ്ക് വന്നിട്ടുണ്ടാവും, ഫുൾ സിലബസ് ഡിസ്കഷന്റെ. ആ സിലബസ് ഡിസ്കഷന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രൂപ്പില്. അപ്പൊ ജോയിൻ ചെയ്യാത്തവര് ജോയിൻ ചെയ്യുക, അല്ലാത്തവർ ആ വീഡിയോ ലിങ്ക് വെച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിൽ വെച്ചിട്ട് ആ വീഡിയോ കാണാം. അത് കാണണം, നിർബന്ധമായിട്ടും കാണണം. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങൾ ഏപ്രിൽ മാസത്തിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന രൂപത്തിലൂടെ ആലോചിക്കുക. അപ്പൊ അതിന്റെ മുന്നേ പ്രീ വർക്ക് എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. അതിൽ ഒന്നാമത്തെ കാര്യമാണ് അണ്ടർസ്റ്റാൻഡിങ് ദ സിലബസ്. കാരണം സിലബസ് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്രമാത്രം പഠിക്കാനുണ്ട് എന്നുള്ളത്. അതും ഒരു എക്സ്പേർട്ടിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ആ സിലബസ് കേൾക്കുമ്പോൾ യു വിൽ ബി അണ്ടർസ്റ്റാൻഡ് അതിൽ എന്തൊക്കെയാണ് ഒളിഞ്ഞു കിടക്കുന്നത് എന്നുള്ളതും. ഓക്കെ, അപ്പോ കൃത്യമായിട്ട് സിലബസിനെ ഡീകോഡ് ചെയ്യാൻ നമുക്ക് പറ്റിയിരിക്കണം. സോ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് നിങ്ങൾ എല്ലാവരും ചെയ്യണം. ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേര് സിലബസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചിട്ടുണ്ട്? ഒരു തവണയെങ്കിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചവര് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ നോ. അത്രേ ഉള്ളൂ.
നോ, യെസ്, ഓക്കെ, രണ്ടുമുണ്ട്, ഫൈൻ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എഫക്റ്റീവ് ആയിട്ടുള്ള പ്രിപ്പറേഷന്റെ സ്ട്രാറ്റജികളാണ്. ഇതിൽ വരുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. ഒന്ന് പ്രാക്ടിക്കൽ ടൈം മാനേജ്മെന്റ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. It's not simply possible to answer all the questions within 1.15 minutes hours. ഓക്കെ, 1 മണിക്കൂറും 15 മിനിറ്റ് കൊണ്ടും എല്ലാം 75 മിനിറ്റ് നിങ്ങൾക്ക് ആകെ കിട്ടുന്നത്. ആ 75 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാന്നുള്ളത് അത് എക്സാം ഹാളിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതല്ല. നിങ്ങൾ നേരത്തെ ടൈം മാനേജ്മെന്റ് പ്രാക്ടീസ് ചെയ്യണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ യൂണിറ്റ് വൈസ് ചെയ്തിരിക്കുന്ന ടെസ്റ്റുകളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ക്രിസ്റ്റൽ അങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, ഇന്നിപ്പോ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ടോപ്പിക് ഉണ്ട് വിചാരിക്കുക, അതിൽ നിന്ന് നിങ്ങൾക്ക് MCQs പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾ അത് പഠിച്ച കാര്യങ്ങൾ കൊണ്ട് റിവൈസ് ചെയ്യാൻ ഈ MCQs നിങ്ങളെ സഹായിക്കും. ദെൻ ടോപ്പിക് പ്രയോറിറ്റൈസേഷൻ, ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. ഞാൻ പറഞ്ഞു സിലബസ് വളരെ ഡീറ്റെയിൽ ആ. സിലബസ് മാത്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 200+ ടോപ്പിക്സ് കാണും, പക്ഷെ നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യനെ ചോദിക്കുള്ളൂ. അപ്പൊ എങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? സെഗ്രിഗേറ്റ് ചെയ്യണം. അപ്പൊ അതിനാണ് നിങ്ങൾ എക്സ്പേർട്ടിന്റെ കയ്യിൽ നിന്ന് ക്ലാസ് കേൾക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഹിസ്റ്ററിയുടെ ഫാക്കൽറ്റി, ഹിസ്റ്ററിയിലെ കോർ ഏരിയാസ് അവർക്ക് അറിയാം എവിടെ നിന്നാണ് ചോദ്യം ചോദിക്കുക എന്നുള്ളത്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് പഠിപ്പിക്കുമ്പോൾ ആ ഒരു ഭാഗത്തു നിന്നാണ് കോറായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇക്കണോമിക്സിന്റെ ഫാക്കൽറ്റി അങ്ങനെ തന്നെയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആ രീതിയിലൊന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ PYQ അണ്ടർസ്റ്റാൻഡിങ്, ദിസ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടന്റ്. കാരണം ഇങ്ങനത്തെ എക്സാംസ് ക്ലിയർ ചെയ്യാനുള്ള അനദർ ടിപ്പാണ് PYQs നോക്കുക എന്നുള്ളത്. PYQs നിങ്ങൾക്ക് എവിടെ നിന്ന് പഠിക്കാൻ വേണ്ടി പറ്റും? ഒന്ന് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചു തന്നു അല്ലെ? ഫൈൻ, ഇവിടെ കണ്ടോ? PYQ discussion world history. Let me use another color. PYQ discussion world history. ഇവിടെ നിന്നൊരു ചോദ്യം ഉണ്ട്, നോക്കിക്കേ. PYQ discussion ഇന്ത്യൻ ഹിസ്റ്ററി. ഇത് മാത്രമല്ല, നിങ്ങളിപ്പോൾ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ട് തരാം. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇല്ലാത്തവർ വേഗം കയറിക്കോ, മിസ്സാക്കണ്ട. ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ നിങ്ങൾക്ക് ജനറൽ പേപ്പർ എന്നുള്ള ടീച്ചിങ് മെത്തഡോളജി ജനറൽ പേപ്പറാ, അതിന്റെ PYQs ഫോർ HSA നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടുന്നിട്ടുണ്ട്, കണ്ടോളൂ. ഗ്രൂപ്പിൽ കയറിയവർക്ക് അത് കിട്ടും ഗ്രൂപ്പ് വഴി, അല്ലാത്തൊരു യൂട്യൂബ് വഴി നോക്കുക. ഫൈൻ, ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പൊ PYQ അണ്ടർസ്റ്റാൻഡ് സംതിങ് വെരി ഇമ്പോർട്ടന്റ്. എന്നാലേ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. PYQs ആർ മോഡൽസ്. അപ്പൊ മോഡൽസ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. സോ ഒന്ന് സിലബസ് അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിൽ, 2 സിലബസ് മനസ്സിലാക്കിയതിനു ശേഷം പ്രിപ്പറേഷനിൽ നമ്മൾ പ്രാക്ടിക്കൽ ടൈം മാനേജ്മെന്റ് കൊടുക്കണം. പ്രാക്ടിക്കൽ ടൈം മാനേജ്മെന്റ് പ്രത്യേകത നിങ്ങൾ തോന്നുന്ന സമയത്ത് പഠിക്കുക എന്നുള്ളതല്ല, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക എന്ന് പറയുന്ന ഒരു എലമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നിട്ട് ടോപ്പിക്കുകൾ പ്രയോറിറ്റൈസ് ചെയ്ത് PYQ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടി. ദെൻ യു ഹാവ് ഗുഡ് നോട്ട് മേക്കിംഗ്, ദിസ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ ഇങ്ങനത്തെ എക്സാമിനേഷന് പ്രിപ്പറേഷൻ നടത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നോട്ട് മേക്കിംഗ് എന്നുള്ളത്. വൈ യു ഹാവ് ടു ഹാവ് നോട്ട് മേക്കിംഗ്? എന്നാലാണ് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്തിരിക്കുന്ന പോയിന്റ്സ് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് എക്സാമിന്റെ മുന്നേ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, വലിയ നോട്ടുകൾ എടുത്തിട്ട് വായിക്കാൻ പറ്റില്ല. എക്സാമിന്റെ മുന്നേ എവിടെ NCERTയുടെ സെറ്റ്, എവിടെ SCERT സെറ്റ് വായിക്കാൻ പറ്റും? ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പൊ അതിന് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസ് റൂമിന്റെ ഭാഗമായിട്ട് ഇരുന്നിട്ട് പഠിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പൊ പോയിന്റ് വൈസ് നോട്ടുകൾ എഴുതുക, മൈൻഡ് മാപ്പോ ഡയഗ്രാം ഒക്കെ വരക്കുക, ഡിജിറ്റൽ നോട്ട്സ്. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കേ, ഇത് ക്ലാസ് റൂമിൽ പഠിപ്പിച്ചു കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ട് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ കണ്ടോ, ഒരു സ്റ്റേറ്റിന്റെ കോമ്പണൻസ് എന്ന് പറയുന്നത് 4 എണ്ണമാണ്. പവർ, ടെറിട്ടറി, പോപ്പുലേഷൻ, ഗവൺമെന്റ്. ഇതൊരു സ്റ്റേറ്റിന്റെ കോമ്പണന്റ് ആണ് തിയററ്റിക്കലി. ഇതാണ് ഇതിലെ സമ്മറി നോട്ട്സ്. അത് ലാസ്റ്റ് പഠിപ്പിച്ചതിന് ശേഷം പിള്ളേരെ കൊണ്ട് റിവൈസ് ചെയ്യിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്, ഒരു ക്ലാസിന്റെ ഭാഗമായിട്ടുള്ള സ്ക്രീൻഷോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് സമ്മറികൾ കിട്ടുമ്പോൾ, സമ്മറി നോട്ട്സ് കിട്ടുമ്പോൾ അവർ ലേണിംഗ് പ്രോസസ് വിൽ ബി മച്ച് മോർ ഈസിയർ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ബാക്ക് ടു അവർ ഡിസ്കഷൻ. ഡിജിറ്റൽ നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഓൺലൈനായിട്ട് നോട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർ. എപ്പോഴും നമ്മൾ പേപ്പറിലും പേനിലും എഴുതിക്കണമെന്നുണ്ടാവില്ല, ചിലപ്പോൾ ഡിജിറ്റലായിട്ട് നോട്ട് ഉണ്ടാക്കുന്നവരാകാം. അവർക്ക് അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യാം. ഇനിയല്ല, നിങ്ങൾ സാധാരണ കൺവെൻഷണൽ മെത്തേഡ് ഓഫ് നോട്ട് മേക്കിംഗ് ഇൻ പേപ്പർ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും നല്ലത്, ഒരു പ്രശ്നമില്ല. നമ്മുടെ ഫോക്കസ് എന്താ? അൾട്ടിമേറ്റ് ഗോൾ എന്താ? എക്സാമിനേഷനിൽ റിസൾട്ട് വരുന്ന സമയത്ത് യു വിൽ ബി ഇൻ ദ റാങ്ക് ലിസ്റ്റ്. അത് നമുക്ക് ചെയ്യാൻ പറ്റണം. അതിനുവേണ്ടി എന്തൊക്കെ കാണിക്കാൻ പറ്റുമോ, എത്ര എഫേർട്ട് എടുക്കാൻ വേണ്ടി പറ്റുമോ, എത്ര ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കാൻ പറ്റുമോ, ജസ്റ്റ് ഡു ദാറ്റ്. ഞാൻ പറയാൻ കാരണം, പെരുന്നാൾ വരുന്നു, വിഷു വരുന്നു, പലതും വരുമ്പോൾ നമ്മൾ 1000ങ്ങളും 10,000ങ്ങളും പൊട്ടിക്കാനോ ഫ്രണ്ട്സുമായിട്ട് ടൂർ പോകാനോ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നമ്മളുടെ കരിയറുമായി ബന്ധപ്പെട്ടിട്ട് ഒരു റാങ്ക് ലിസ്റ്റിൽ, ഒരു ഡ്രീം ജോബിലോട്ട്, ടീച്ചിങ് പൊസിഷനിലോട്ട് നമ്മൾ എത്തുമ്പോൾ ഫൈനലി വാട്ട് ഇസ് എ കണ്ടീഷൻ? എന്താ സംഭവിക്കുന്നത്? വി ആർ നോട്ട് റെഡി ഫോർ എ ഗുഡ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ നമ്മുടെ കരിയറിനെയോ നമ്മുടെ നോളജിനെയോ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ റെഡി അല്ല. ഈ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് മാറുന്നു, ദെൻ യു വിൽ ബി ഇൻ ദ റിസൾട്ട്.
ദെൻ യു വിൽ ബി ഇൻ ദ സർവീസ്. അപ്പൊ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇടം പിടിക്കാം. ഇതല്ലാതെ നിങ്ങൾ നോക്കാം, ആലോചിക്കാം എന്നുള്ള രീതിയിലാണെങ്കിൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പൊ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഞാൻ സംസാരിക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ആസ്പിറൻസിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങളിപ്പോ ക്രിസ്റ്റലിൽ മാത്രം 100ഓളം പിള്ളേർ പഠിക്കുന്നുണ്ട് HSAക്ക്. ഓക്കെ, പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് April 7th. അപ്പൊ അതിലൂടെ വരുമ്പോൾ വിൽ ബിഹൈൻഡ് മോർ നമ്പേഴ്സ്. അൾട്ടിമേറ്റ്ലി ചിലപ്പോൾ വാക്കൻസീസ് വരെ 100, 200, 300 ആസ് ആന്റിസിപ്പേറ്റഡ് ബൈ ദ PSC. അത്രേ വരുള്ളൂ, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ആ 100-ത്തിലൊക്കെ നിങ്ങൾക്ക് ഒരു സീറ്റ് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് മതി അല്ലേ? അപ്പൊ അതിന് വേണ്ടി നിങ്ങൾ തയ്യാറാണോ? അതിന് ഉത്തരം പറയേണ്ടത് ഞാനല്ല, നിങ്ങൾ ഓരോരുത്തരാണ്. ആർ യു ഗൈസ് റെഡി ടു ക്ലിയർ ദിസ് എക്സാമിനേഷൻ? യെസ് ഓർ നോ? യാ, വെരി ഗുഡ്. നിങ്ങൾക്ക് ആ ഡെഡിക്കേറ്റഡ് മൈൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സഫീഷ്യന്റ് ഫസ്റ്റ് ടൈം. എന്നിട്ട് അതിനനുസരിച്ച് കൃത്യമായിട്ട് നമ്മളൊരു ഡെഡിക്കേറ്റഡ് മെന്റാലിറ്റിയോട് പഠിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി യു ഹാവ് ടു ഡു റിസോഴ്സ് യൂട്ടിലൈസേഷൻ. ദിസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. നേരത്തെ എന്നോട് NCERT ചോദിച്ചവര്, SCERT ചോദിച്ചവര്, ഇത് രണ്ടും ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന സിലബസും നോട്ടും ആണ് ക്രിസ്റ്റൽ കൊടുക്കുന്നത്. രണ്ടും ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന സിലബസും നോട്ടും ആണ് ക്രിസ്റ്റൽ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റിസോഴ്സിനെ എപ്പോഴും ലിമിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇല്ലെങ്കിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സിലബസ് വായിച്ചു തിരികെയോ പരീക്ഷന്റെ മുന്നേ നമുക്ക് എഫക്റ്റീവ് റിവിഷനിലോട്ട് എത്തിച്ചേരാനോ പറ്റില്ല എന്നുള്ളതാണ്. ആൻഡ് റിമെമ്പർ ദാറ്റ് റിവിഷൻ ഈസ് ദ കീ ടു വിൻ ആൻഡ് പ്രാക്ടീസ് ഈസ് ദ കീ ടു റാങ്ക്. റിവിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം, പ്രാക്ടീസ് ഉണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരുകയും ചെയ്യാം. പ്രാക്ടീസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ലാസ്റ്റിക്ക് പ്രിപ്പറേഷൻ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കലല്ല. മേക്ക് ഷുവർ ദാറ്റ് യു ഗൈസ് ആർ ഹാവിംഗ് പ്രാക്ടീസ് ഓൺ ദ വെരി ഫസ്റ്റ് ഡേ ഓഫ് യുവർ ലേണിംഗ്. നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ആദ്യത്തെ ദിവസം തന്നെ നിങ്ങളുടെ പ്രാക്ടീസും സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, അതർവൈസ് നിങ്ങൾ ലാസ്റ്റ് വെക്കാന്ന് വിചാരിക്കുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണുന്നതൊക്കെ എവിടുന്നാ പഠിക്കുക, വീണ്ടും നിങ്ങൾ ടെൻസ്ഡ് ആവും. അതല്ല വേണ്ടത്. ഇപ്പൊ നമുക്ക് സമയമുണ്ട്. ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. ഈ സെഷനിൽ ഇരിക്കുന്ന ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ വളരെ വിനീതമായിട്ട് പറയുന്നു, നിങ്ങൾക്ക് HSA ക്വാളിഫിക്കേഷൻ എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട് എങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ദാറ്റ് യു ക്യാൻ ഇൻവെസ്റ്റ്. ഇനി കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ മണ്ടത്തരം നിങ്ങൾ ചെയ്യാനുണ്ടാവില്ല. കാരണം ഇപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ വളരെ നേരത്തെ സിലബസ് പരിപൂർണമായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പ്രാക്ടീസ് ചെയ്യാം, റിവൈസ് ചെയ്യാം. യു വിൽ ബി ഓൾ സെറ്റ്. നിങ്ങൾക്ക് ആകെ പരീക്ഷകൾ പോയിട്ട് എഴുതേണ്ട ആവശ്യമേ വരുള്ളൂ. അതല്ലാതെ നിങ്ങൾ ലാസ്റ്റ് ടൈം ഇരുന്നിട്ട് ക്രാഷ് കോഴ്സ് ഉണ്ടോ നോക്കട്ടെ, ടെസ്റ്റ് സീരീസ് ഉണ്ടോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അവസാനം നിങ്ങൾ അതൊക്കെ ചെയ്യുമായിരിക്കാം, ജോയിൻ ചെയ്യുമായിരിക്കാം. പക്ഷെ റിസൾട്ട് കയറാൻ, റാങ്ക് കിട്ടാൻ നിങ്ങൾക്ക് അത് മതിയാകുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. അപ്പൊ അതിന് യു ഹാവ് ടു ആൻസർ. ദാറ്റ്സ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? അപ്പൊ അതുകൊണ്ട് ഇനി നിങ്ങളുടെ മുമ്പിൽ അവസരം കിട്ടില്ല. കാരണം PSC ഓൾറെഡി ഒരു മെസ്സേജ് നമുക്ക് തന്നിട്ടുണ്ട്, വലിയൊരു മെസ്സേജ് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. മാർച്ച് 25-ന് ജോയിൻ ചെയ്തിട്ടുള്ള PSCയുടെ മീറ്റിംഗിൽ HSAയുടെ സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ വരും. ഇതാണ്. ഇതിനേക്കാൾ അപ്പുറത്തോട്ട് ഇനി നിങ്ങൾക്ക് വേറെ ടൈമില്ല. ഇനി നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണോ? ദാറ്റ്സ് നോട്ട് ദ തിങ് യു ഹാവ് ടു ഡു ഗൈസ്. യു ഹാവ് ടു സ്റ്റാർട്ട് ഇറ്റ് നൗ. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. ഞാനിത് പറയുന്നത് ചുമ്മാ അല്ല. ക്രിസ്റ്റലില് HSSTക്ക് 100-ലേറെ പിള്ളേര് HSSTക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ അതിനുവേണ്ടി പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിസ്റ്റ് വന്നു, റാങ്ക് ലിസ്റ്റ് വന്നു. 10-ലേറെ പേരുന്ന ആൾക്കാർക്ക് ഇന്റർവ്യൂ കോൾ ഉണ്ട്. അത്ര പേർക്കേ ഉള്ളൂ. 100-ൽ നിന്ന് 10%. അത്ര പേർക്ക് ക്രിസ്റ്റലിനുണ്ട്. എനിക്കിപ്പോഴും അറിയാം. നമ്മുടെ സ്റ്റുഡൻസിന് എന്നിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം ആപ്പിന്റെ കോഴ്സും കാര്യങ്ങളെല്ലാം നമ്മൾ വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തത്. അതിൽ ചില ആൾക്കാർ HSAക്ക് ഉണ്ട് അല്ലെ? നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ഇരിക്കുന്നുണ്ടോ? HSC കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് HSAക്ക് ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ട്? ക്രിസ്റ്റലിന്റെ സ്റ്റുഡൻസ് ലൈവില് ഞാനത് ചോദിക്കുകയാണ്. ഓക്കെ, ഫൈൻ. ഐ തിങ്ക് നോബഡി ഈസ് ഹിയർ. ഫൈൻ. എനിഹൗ, ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും ക്രിസ്റ്റലിൽ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വി ആർ എക്സ്പെർട്ട് ഇൻ ദി സോഷ്യൽ സയൻസ് ഫീൽഡ്. ഓക്കെ, ഞാൻ 6 times നെറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കുന്ന ആളാണ്. നമ്മുടെ അടുത്ത് നിന്ന് 200 കുട്ടികൾ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. വി ആർ ഹാവിംഗ് ദാറ്റ് മച്ച് റിസൾട്ട്. സോ വി നോ ഹൗ ടു ട്രെയിൻ, എസ്പെഷ്യലി സിൻസ് UPSC സിവിൽ സർവീസ് മെന്റർ, സിവിൽ സർവീസ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്ന രീതിയിൽ കൂടെ എനിക്കറിയാം കോമ്പറ്റീവ് എക്സാംസിന് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ടീമും ബിൽഡും സിസ്റ്റം ചെയ്തിരിക്കുന്നത്. സോ ലിമിറ്റ് യുവർ റിസോഴ്സസ്, ഹാവ് എ ഗുഡ് ഡെഡിക്കേറ്റഡ് ഫോക്കസ്. അതിന് ക്രിസ്റ്റൽ നിങ്ങളോടൊപ്പം ഉണ്ട്. ഇതാണ് ബേസിക്കലി പറയാനുള്ളത്. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. HSAയുടെ മുൻകാലങ്ങളിലെ സോഷ്യൽ സയൻസിന്റെ ഫീസും നേരത്തെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ മുമ്പിൽ. HSAയുടെ സോഷ്യൽ സയൻസിന് നമ്മുടെ മുൻ ബാച്ചുകളിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഫീസ് 4,999 രൂപയാണ്.
ഒരു വർഷത്തെ വാലിഡിറ്റി, എക്സാമിനേഷൻ വരെയുള്ള ഒരു വാലിഡിറ്റി ആണ് ഉണ്ടായിരുന്നത്. അത് നോക്കി ജനറൽ പേപ്പർ, ഹിസ്റ്ററി, ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജോഗ്രഫി എല്ലാം കവർ അപ്പ് ചെയ്യുന്നുണ്ട്. ഇത് അന്നത്തെ ഒരു പ്രൈസ് ആയിരുന്നു. ഒബ്വിയസ്ലി ഇനി പ്രൈസ് കൂടത്തേ ഉള്ളൂ, നോട്ടിഫിക്കേഷൻ വരുന്നതനുസരിച്ച് പ്രൈസ് കൂടത്തേ ഉള്ളൂ. പക്ഷേ നമ്മളുടെ തേർഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് April 7th. അതിന്റെ ഭാഗമായിട്ട് വി ആർ ഹാവിംഗ് വൺ പെർട്ടിക്കുലർ സ്പെഷ്യൽ ഓഫർ. ഈ സ്പെഷ്യൽ ഓഫർ നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് പോലും ചെയ്യില്ല. നോക്കിക്കേ, 7th April വി ആർ ഹാവിംഗ് എ ന്യൂ ബാച്ച്. ദീസ് ആർ അവർ ഫാക്കൽറ്റീസ്. ഇതിൽ ഫസ്റ്റ് കാണുന്ന ആള് രേഷ്മ സുരേഷ്, JRF ക്വാളിഫൈ ചെയ്തിരിക്കുന്ന ഹിസ്റ്ററി ഫാക്കൽറ്റിയാണ്. ഞാൻ ഹിസ്റ്ററി ആൻഡ് പൊളിറ്റിക്കൽ സയൻസിന്റെ ഫാക്കൽറ്റിയാണ്. ജെറിൻ ഹിസ്റ്ററി ആൻഡ് ജനറൽ പേപ്പറിന്റെ ഫാക്കൽറ്റിയാണ്. ആൻഡ് ദിസ് ഈസ് കാവ്യ എക്കണോമിക്സിന്റെ ഫാക്കൽറ്റിയാണ്. ജോഗ്രഫിയുടെ ഫാക്കൽറ്റിയെ ആഡ് ചെയ്തിട്ടില്ല. ഷീസ് ഓൾസോ ദർ. ശ്രീകല മാം എന്ന് പറയുന്ന മാം ഉണ്ട്. ഇങ്ങനെ ഒരു ടീമായിട്ടാണ് നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ ഫീസ് 3999 രൂപയാണ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഫീസ്. പുതിയ ബാച്ചിന്റെ 3999 രൂപക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതും മാത്രമല്ല, നമ്മൾ ഈ വെബിനാറിൽ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടി April 2 വരെ, ഐ റിപ്പീറ്റ്, April 2 വരെ ജോയിൻ ചെയ്യുന്ന ആസ്പിരൻസിന് വേണ്ടി വീണ്ടും ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വെറും 2,999 രൂപ മാത്രമേ വരുന്നുള്ളൂ. അതിൽ കോംപ്രഹെൻസീവ് കോഴ്സ് ഉണ്ടാവും, PDF നോട്ടുകൾ ഉണ്ടാവും, മോക്ക് ടെസ്റ്റ് ഉണ്ട്, PYQ ഡിസ്കഷൻസ്. 4 മാസം വരെ മാക്സിമം നീളും. വാലിഡിറ്റി 15 മാസം, അതായത് ഒരു വർഷത്തിലേറെ നിങ്ങൾക്ക് ആക്സസ് വരും. അപ്പൊ നിങ്ങൾക്ക് അത് മാത്രമല്ല, ഇപ്പോൾ ഫൈനാൻഷ്യലായിട്ട് ഇഷ്യൂ ഉള്ള കുട്ടികൾക്ക് ക്രിസ്റ്റൽ എപ്പോഴും കൊടുക്കുന്നത്, ഫൈനാൻഷ്യലായിട്ട് വരുന്ന കുട്ടികൾക്ക് എപ്പോഴും കൊടുക്കുന്നതാണ് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ 2,999 രൂപ നിങ്ങൾക്ക് 2 രീതിയിൽ പേയ്മെന്റ് നടത്താം. ഒന്നില്ലെങ്കിൽ സിംഗിൾ പേയ്മെന്റ് കൊടുക്കാം, അല്ലെങ്കിൽ 2 ഇൻസ്റ്റാൾമെന്റ്. ഫസ്റ്റ് പേ ജസ്റ്റ് 1000 rupees, ദെൻ 2081. നമ്മൾ 2,999 പ്ലസ് ഒരു ഇന്റർനെറ്റ് ചാർജ് വരും, അതാണ് 82 രൂപ. അത് ആപ്ലിക്കേഷന് പോകുന്ന പൈസയാണ്, നമുക്ക് കിട്ടുന്ന പൈസ അല്ല. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് വെറും 2,999 രൂപക്ക് 2 ഇൻസ്റ്റാൾമെന്റ് വെച്ചിട്ട്, അതായത് ആദ്യം പേയ്മെന്റ് കൊടുക്കുമ്പോൾ 1000 രൂപയും പിന്നീട് നിങ്ങൾക്ക് 2081 രൂപ ഓൺ ദ വെരി നെക്സ്റ്റ് മന്ത് ഓഫ് ജോയിനിങ്. ഇന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അടുത്ത മാസം ഈ സമയമാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള പേയ്മെന്റ് കൊടുക്കണം. ഈ രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിരിക്കുന്ന പർച്ചേസും കോഴ്സും ഒക്കെയാണ് നമ്മൾ ലഭ്യമാക്കുന്നത്. കോഴ്സുകൾ നിങ്ങൾക്ക് വരുന്നത് 7 PM, മൺഡേ ടു ഫ്രൈഡേ 7 PM ആയിരിക്കും വരുന്നത്. 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ സെഷൻസ് ആണ്. അപ്പൊ ക്യാപ്സുലായിട്ട് പഠിച്ചാൽ മതി. സിലബസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടും. 4 മാസമാണ് മാക്സിമം ഡ്യൂറേഷൻ പറയുന്നത്. അതിന് മുന്നേ തന്നെ നമ്മൾ മാക്സിമം ഇത് ഫിനിഷ് ആക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ഡെഡിക്കേറ്റഡ് ആണോ, ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം. ഞാൻ പറയുന്നു April 2 വരെ ഈ 2,999 ഉള്ളൂ. April 3 നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇതിന്റെ പേയ്മെന്റ് 3,999 ആയിരിക്കും. അപ്പൊ ചോദിച്ചിട്ട് ഓഫർ ഉണ്ടോ എന്ന് ചോദിക്കാൻ നിൽക്കരുത്, പറ്റില്ല. അതങ്ങനെ നമ്മൾ ലിമിറ്റഡ് ടൈം പീരീഡിൽ മാത്രം കൊടുക്കുന്ന ഒരു പുതിയ കോഴ്സ്, ഏത് കോഴ്സ് ലോഞ്ച് ചെയ്യുമ്പോഴും നമ്മൾ കൊടുക്കുന്ന ഒരു ഓഫർ മാത്രമാണ്. സോ ഡോണ്ട് മിസ് ദിസ് പെർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റി ഗൈസ്. ഇത്രയാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. ഇനി അതേ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക്കലി പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ലിസണിങ്. ആൻഡ് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷന്റെ ലിങ്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ മറ്റൊക്കെ ആയിട്ട് ലഭിക്കുന്ന സമയത്ത് നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അത് ചെക്ക് ചെയ്യണ നേരത്ത് നിങ്ങൾക്ക് അതിലൂടെ കോഴ്സിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഫൈൻ. B.Ed ഫൈനൽ ഇയർ എക്സാം അപ്പിയർ ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാമോ? അതിന്റെ ആൻസർ ഞാനൊന്ന് നോക്കിയിട്ട് പറയാട്ടോ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അത് ചെയ്യാൻ PSC ആയതുകൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ, ബട്ട് വിൽ ആസ്ക് ആൻഡ് അപ്ഡേറ്റ് ഇൻ ദ ഗ്രൂപ്പ്. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പിൽ, ഓപ്പൺ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്താൽ മതി. ഓപ്പൺ ഗ്രൂപ്പിൽ അതിന്റെ അപ്ഡേറ്റ് റിപ്ലൈ അറിയിക്കാം കേട്ടോ. ഫൈൻ. ഇതാണ് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ മിസ്സാക്കേണ്ട അവസരം കേട്ടോ. വെയിറ്റിംഗ്. എനിക്ക് ചോദ്യം ക്ലിയർ ആയില്ലല്ലോ. റഹിയാനത്ത് സിഹാദ് 2017 സെറ്റ് എക്സാമിന് ക്വാളിഫൈഡ് ആണോ? ആ സമയത്ത് സെറ്റ് എക്സാം ഇതൊരു ക്വാളിഫൈഡ് ആണോ എന്നുള്ളതാണ്. ആണ്. ഓക്കെ, അതാണ് ചോദിച്ചെങ്കിൽ കേട്ടോ. നിങ്ങൾക്ക് ഇന്നത്തെ സെഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടോ? ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസൈറ്റുകളാണ് തന്നത്. ബാക്കി നിങ്ങൾ ആ റിസോഴ്സും കാര്യങ്ങളും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു ജോയിൻ ദ പെർട്ടിക്കുലർ കോഴ്സ്, ഡോണ്ട് മിസ് ദിസ് പെർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റി. ഞാൻ പറയുന്നു 2 തീയതി വരെയാണ് ഈ ഒരു ഓഫർ ഉള്ളത്. ഓഫീസ് നമ്പറിൽ നിന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസ് നമ്പറിലോട്ട് അങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്തോളൂ. ദാറ്റ്സ് അപ് ടു യു. ഇതാണ് എനിക്ക് നിങ്ങൾ ഈ ഒരു HSIയുടെ പുതിയ ബാച്ചുമായിട്ട് നിങ്ങളോട് അറിയിക്കാനുള്ളത്. സോ ഗൈസ്, യൂട്ടിലൈസ് മാക്സിമം.
നല്ലതുപോലെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. മോഡൽ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ യൂട്യൂബിലുണ്ട്. ആപ്ലിക്കേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് PYQs ചില ഡിസ്കഷൻസിന്റെ വീഡിയോ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അതും കാണാൻ വേണ്ടി പറ്റും കേട്ടോ. നാളെ ഓഫീസ് വർക്കിംഗ് ആണ്. നാളെ കൂടെ ഓഫീസ് വർക്കിംഗ് ആണ്. മൺഡേ ഓർ ട്യൂസ്ഡേ ലീവ് ആണ്. അപ്പൊ നാളെയും കൂടെ ഓഫീസേ ഉള്ളൂ. അതുകൂടി ശ്രദ്ധിക്കാട്ടോ, മറക്കല്ലേ. നാളെ കൂടെ ഓഫീസേ ഉള്ളൂ, പിന്നെ 2 ദിവസം ലീവ് ആണ് വരുന്നത്. അപ്പൊ അതിന് മുന്നേ അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാർ ആപ്ലിക്കേഷൻ വഴി തന്നെ അഡ്മിഷൻ എടുക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. നമ്മളൊരു 3/4 മണിക്കൂർ സെഷനിൽ ഇരുന്നിട്ടുണ്ട്. താങ്ക് യു ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് നേരുന്നു. നല്ലപോലെ പ്രിപ്പറേഷൻ നടത്താൻ വേണ്ടി സാധിക്കട്ടെ. വന്നതിൽ സന്തോഷം. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.